ചേട്ടാ പിള്ളേരൊക്കെ എന്തെന്ന് വെച്ചാൽ കൂടെ ബുക്കോ പേനോ പെൻസിലോ എല്ലാരും അടിച്ചിട്ട് വാ. അപ്പൊ ഞങ്ങൾ അവിടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ? ഇന്ന് നമ്മള് കുറച്ച് ബുക്ക് മേടിക്കാൻ പോയാണ്. എവിടത്തേക്ക്? നമ്മുടെ മാറനാട് ഗവൺമെന്റ് LPS കിഴക്കേ മാറനാട് സ്കൂളിൽ. അപ്പൊ നമ്മുടെ നാട്ടിലൊരു കൊച്ചു സ്കൂളാണ്, ഒരു ഗവൺമെന്റ് സ്കൂളാണ്. അവിടുത്തെ എല്ലാ പിള്ളേർക്കും നമ്മുടെ വില്ലേജ് ജംഗ്ഷന്റെ വകയായിട്ട് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്, കുറച്ച് ബുക്സ് സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പം നമുക്ക് ഇത് ഇപ്പം നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ സ്പോൺസർ പരിപാടി അങ്ങനൊന്നുമല്ല. ഇപ്പൊ ഞങ്ങളുടെ വില്ലേജ് ജംഗ്ഷനകത്തുള്ള ഞങ്ങളുടെ കൂട്ടുകാരുടെ മാത്രം ഒരു ഷെയർ കൊണ്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വെച്ചാൽ നമ്മുടെ ഉണ്ണിക്കുട്ടൻ വില്ലേജ് ജംഗ്ഷനിലെ അവന്റെ കുറച്ച് അവിടുത്തെ കുവൈറ്റിലെ ഫ്രണ്ട്സ് ഒരു എമൗണ്ട് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ പറയുവാണെങ്കിൽ ഇതിനകത്ത് പൈസ ഷെയർ ചെയ്തേക്കുന്നത് നമ്മുടെ ഈ ചങ്സുകളും എല്ലാവരും കൂടാണ്. ഇത് ഇത്ര പേരല്ല, ഇനിയുണ്ട്, കുറച്ചുകൂടെ. അപ്പൊ അതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ ഈ പൈസ ഇട്ടേക്കുന്ന പകുതി മുക്കാൽ പേരും ജോലിയില്ലാത്തവരാണ്. അത് ഒരു മെയിൻ ഘടകമാണ് ഞാൻ പറയുന്നത്. കാര്യം പഠിക്കുന്ന പിള്ളേര്, അതുകൊണ്ട് മോനെ നന്ദു പഠിക്കാത്ത പിള്ളേര്, അങ്ങനെ അമ്പാടി അമ്പാടി താണ്ടേ മോനെ കൈവക്ക് താണ്ടേ പള്ളിക്കൂടം പോലും കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള കുറച്ച് കുട്ടികൾക്കാണ് നമുക്ക് ഷെയർ തന്നേക്കുന്നത്. അപ്പം ഒരു വലിയൊരു കാര്യമാണ്, ബുദ്ധിമുട്ടാണ്. പിന്നെ താണ്ട ചാച്ചു CBSE ആണ്, അവന്റെ വകയും ഒരു നമുക്ക് ചെറിയൊരു കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ആ അങ്ങനെ പിന്നെ കുറച്ച് പേര് ഇപ്പം നമ്മുടെ എല്ലാ വില്ലേജ് ചങ്സ് ചാനൽ നമ്മുടെ വീഡിയോക്കകത്ത് വരുന്ന എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ ഗൾഫിൽ നമ്മുടെ കൂട്ടുകാർ ഇവരെല്ലാം കൂടെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വേറെ ഇതിന് പുറമെ രൂപയോ കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ കയ്യിലെ പൈസ വെച്ച് ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം നമുക്കുണ്ടല്ലേ, അതില്ലേ ഒരുപാടില്ലേ അല്ലേ? അപ്പം അതാണ് ഒരു മെയിൻ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു ഞങ്ങളുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് പ്ലാൻ ഉണ്ട്. നമ്മുടെ സ്വന്തം നാട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾക്ക് എതിരെ ചെയ്യാൻ പോകുന്നത് അല്ലേ? ഈ വളർത്തി ഇത്രയും വലുതാക്കി നമ്മുടെ നാട്. അപ്പം ആ നാടിന് ഞങ്ങളുടെ വകയുടെ ഒരു കോൺട്രിബ്യൂഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാൻ. ഈ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചപ്പോ ഇനി ഞങ്ങളുടെ അടുത്തൊരു പ്ലാൻ എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ ചെറുതായിട്ടൊന്ന് റിവീൽ ചെയ്യാൻ നേരത്തെ ആദ്യം പറഞ്ഞായിരുന്നു CBSE ആണെന്ന്. അപ്പം വേറെ കാര്യം എന്ന് വെച്ചാൽ എയർപോർട്ടിന്റെ കാര്യം, അത് ഞങ്ങൾ കഴിഞ്ഞൊരു ഗ്രൂപ്പിനകത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു ഞാൻ പറയുന്നില്ല, അപ്പൊ കാര്യം നല്ലൊരു മനുഷ്യനാണ് പുള്ളിക്കാരനെ, എപ്പോഴും ഇങ്ങനെ പറയുന്ന മോശമില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ പറ്റി പറയുന്നില്ല. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങളുടെ മാനാട് സ്കൂളിൽ ഒരു സ്മാർട്ട് ക്ലാസ് കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയുണ്ട്, ഒരു സ്മാർട്ട് ക്ലാസ് റൂം. പക്ഷെ അത് ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമുക്കതിന് ഇൻകം വേണം അല്ലേ, നമുക്കതിന് പൈസ വേണം. അപ്പൊ ഞങ്ങൾ ഈ ബുക്കിനിട്ട മാതിരിയുള്ള ഒരു പിരിവൊന്നും ഇട്ടാൽ നടക്കത്തൊന്നുമില്ല ഒരിക്കലും. അപ്പൊ നമുക്ക് അതിന് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻകം വന്നു പോകണം അല്ലേ, ചാനലിൽ നിന്ന്. അപ്പൊ ചാനലിൽ നിന്ന് വരുമാനം വരണമെങ്കിൽ എന്താ വേണ്ടത്? പരമാവധി ഷെയർ ചെയ്യുന്നത്, നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം വ്യൂവേഴ്സ് വേണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക. അപ്പൊ നിങ്ങളുടെ ഈ സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിൽ ഒരു സ്കൂൾ കേന്ദ്രീകരിച്ച് മാത്രമൊന്നും അല്ലേ പരിപാടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കാൻ നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് പഠിക്കാനായിട്ടുള്ള യുവതലമുറകൾക്ക് വേണ്ടിയുള്ള മാക്സിമം സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഈ തള്ളുന്നത് നമുക്ക് വ്യൂവേഴ്സ് കയറി നമുക്ക് വല്ലതൊക്കെ കിട്ടാനാണ്. ഒരിക്കലും അല്ല, അങ്ങനെ ചിന്തിക്കാനാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിക്കത്തില്ല. നമുക്ക് എന്താ പറയുന്നത്, സത്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, ഇത് ഈ പിരിവിട്ടേക്കുന്നത് ഞങ്ങൾ ആരും ഈ പറയുന്നവര് അല്ലേ ഇങ്ങനൊന്നും ചെയ്യാൻ ഒരു അർഹരല്ലാത്തവരാ. കാര്യം നമുക്ക് അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടാത്തവരാ. അപ്പൊ ജോലി പോലും ഒരു സ്ഥിര വരുമാനമുള്ള ജോലി പോലും ഇല്ലാത്ത കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഈ അവരുടെ കയ്യിൽ നിന്ന് പോലും നമ്മൾ ഇതിൽ നിന്ന് പിരിവെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ള വരുമാനം കിട്ടിയിട്ട് ഇനി തിരിച്ച് അവർക്കൂടെ ഒരു ഹെൽപ്പ് സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് കൊടുക്കണം. അപ്പൊ നിങ്ങൾ മാക്സിമം ഇത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് റീച്ച് ആക്കുക. ശ്രീകുട്ടന്റെ അഭിപ്രായം എന്താ ബുക്ക് കൊടുക്കുന്നതിനെ? അപ്പൊ എന്റെ ഇത് നല്ല കാര്യം, കാരണം നമ്മളായാലും പണ്ട് സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോ തന്നെ ബുക്കുകൾ സമ്മാനമായിട്ട് കിട്ടും. നമുക്ക് കിട്ടി പ്രത്യേക സന്തോഷം. എന്റെ കാലത്ത് പണ്ടൊരു ചാനൽ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സ്കൂളിലേക്ക് നല്ല രീതിയിൽ ബുക്കുകൾ കൊണ്ടുവന്നായിരുന്നു. ഈ ബുക്ക് എങ്ങനെ ആ ബുക്കാക്കാം, ആ ബുക്ക് എങ്ങനെ ഈ കൊടുത്ത് കയറ്റാം. ഹലോ ഗൈസ്, AK Picsന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോട്ടോ നമ്മൾ എങ്ങനെ ഈ ഒരു ഫോട്ടോയിലോട്ടാക്കാം എന്നാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്ട്. അല്ല തമാശല്ല ഗൈസ്, കുട്ടികൾക്ക് നല്ല സന്തോഷമാവും, അത് ഉറപ്പാ. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോ വഴിയെ കാണാം. കുറച്ച് തിരിച്ചു വെച്ച് കുറച്ച് ഷോർട്സ് ഒക്കെ കാണാം. അപ്പൊ അതാണ് നമ്മള് ചിന്നക്കട എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇവിടുന്ന് ലെഫ്റ്റ് കയറി അതിനൊന്ന് വീട്ടിൽ വരും.
ഇതൊന്നും പറഞ്ഞ ബുക്സ് ആണോ? മടി കയറി അപ്പൊ ചങ്കള് നമ്മുടെ ബുക്സ് ഒക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വാങ്ങിച്ച ഇത്രയൊക്കെ ഉള്ളു. കുറച്ച് ബുക്സ് വാങ്ങിച്ചു, ചെറിയ നോട്ട് ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കട്ടർ വാങ്ങിച്ചു, റബ്ബർ വാങ്ങിച്ചു, പെൻസിൽ വാങ്ങിച്ചു, പിന്നെ ഒരു പെൻസിൽ ബോക്സ് വാങ്ങിച്ചു അല്ലേ? അപ്പൊ നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും നമ്മളത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നാളെയാണ് നമ്മളത് കൊടുക്കുന്നത്. നമ്മ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ പെൻസിലും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഓരോ ബോക്സ് ആയിട്ട് സെറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ നേരെ വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെന്നിട്ട് നമ്മളിപ്പോ വാങ്ങിച്ച സാധനങ്ങളോട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക, സെറ്റ് ആക്കുക. അപ്പൊ നാളെ രാവിലെ ഉള്ളവരെല്ലാം കൂടെ നമ്മൾ വെച്ചുകൊണ്ട് കൊടുക്കും. കാര്യം എല്ലാവരും നമുക്ക് പിടിച്ചെടുത്താകത്തില്ല. ജോലിക്ക് പോകുന്നവരാണ്, സ്കൂൾ ഉറപ്പെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലീവില്ലല്ലോ. അപ്പൊ പോകുന്നവരൊക്കെ പോട്ടെ, നമുക്കുള്ളവർക്ക് വെച്ച് ചെയ്യാം അല്ലേ? അപ്പം ബാക്കിയുള്ള വീഡിയോ നമുക്ക് കണ്ടിന്യൂ കാണാം. അതുവരെ നമുക്ക് വീടെത്തുന്ന വരെ ചെറിയൊരു ബ്രേക്ക്. അപ്പൊ ഞങ്ങള് നമ്മുടെ കൊണ്ടുവന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. നാളെ നമ്മൾ സ്കൂളിൽ കൊടുക്കണം. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ അപ്പൊ ഇതൊന്നും നാളെ സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവർ വരും. നമ്മുടെ തപ്പു സ്കൂളിൽ നിന്ന് വരും, കോട്ടവട്ടം അല്ലേ? നമ്മുടെ അവിടെ എങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ? എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നമ്മുടെ ബുക്ക് ചെയ്താണ് കേട്ടോ. അതിലെല്ലാം ബുക്സാണ്. ബോക്സിനകത്ത് പിള്ളേർ പേരൊട്ടിക്കാൻ പറയണം. അല്ല ക്വാളിറ്റി ബുക്കാണ്. എല്ലാം നല്ല ബോക്സാണ്. റബ്ബർ കട്ടറിന്റെ കമ്പനി ഏതാ? പെൻസിൽ അപ്സര പ്ലാറ്റിനം. അപ്സരയുടെ അടുത്ത കമ്പനി ഏതാണത്? അപ്സര. അപ്പൊ നമുക്കൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കോൺട്രിബ്യൂഷന്റെ കാര്യമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്, ഇത് നമ്മുടെ LHMസിലെ കൂട്ടുകാരുടെ ഒരു വലിയ പ്രയത്നം തന്നെയാണ്. ഇത് വലിയ പിരിവും കാര്യങ്ങളൊന്നും അങ്ങനല്ല, വലിയ ഹ്യൂജ് എമൗണ്ടിന്റെ ഒരു സംഭവം ഒന്നുമല്ല. എന്നാലും നമുക്കതൊരു വലിയ സംഭവം തന്നെ. അപ്പം ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകാരെ പറഞ്ഞില്ല, ഇപ്പൊ ഈ നിൽക്കുന്ന പലരും നമ്മൾ അന്നന്ന് ഉപജീവനം നടത്തി ജീവിക്കുന്നത് അല്ലേ? അങ്ങനെ കുറച്ച് പേർക്ക് ഉള്ളു ഗവൺമെന്റ് ജോലി. പിന്നെ ആ ഒരു രീതിയിൽ സാലറി വാങ്ങിക്കുന്നവരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിൽ നിന്നും എമൗണ്ട് ഇതിലേക്ക് മാറ്റി നമ്മൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരെല്ലാം നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു. മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയുണ്ട്, ജ്യോതിഷ്. തീർച്ചയായിട്ടും ജ്യോതിഷ് കുമാറിനെ പറ്റി പറയുമ്പം ഉത്സവ സമയത്ത് പോലും അവൻ സ്വന്തമായിട്ട് രസീത് കുറ്റിയെടുത്ത് അവിടെ തിരിച്ച് ഇവിടെ 10-15 രൂപ അവന്റെ കയ്യിൽ തിരിച്ചിട്ട് നമുക്കൊരു 3000 രൂപ പെട്ടെന്ന് സൗദിയിൽ എനിക്ക് ഏതാ ഖത്തറ് അറിയാൻ സാധിച്ചത് കമ്പനി മൊത്തത്തിൽ പിരിച്ച് ഇന്നലെ വരെ നമ്മള് അവനെ വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തേന് സാധാ വടയും ഉഴുതുവടയും മറ്റേ വാഴക്കപ്പം ചായ ആയിരുന്നു. ബർഗറൊക്കെ ആയിട്ടാ വീഡിയോ കോൾ. അപ്പൊ അതിനകത്ത് മാറ്റങ്ങൾ അവനോട് സംഭവിച്ചിട്ടുണ്ട്. എന്നാലും അവനൊരു എമൗണ്ട് നമുക്ക് തന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹരീഷ് പറഞ്ഞപ്പോ തന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിരിവാരം എടുക്കുന്ന അവരുടെ കൂടെ ജോയിൻ ചെയ്ത് പിരിവട്ടൊരു മനുഷ്യനാണ്. കുഴപ്പമില്ല, അത്യാവശ്യം രീതി അവൻ സഹകരിച്ചു. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള അതിന്റെ പേരും പറഞ്ഞ് ഇപ്പോഴേ അവൻ ഫിസിക്ക് തുടങ്ങിയിട്ടുണ്ട്. വില്ലേജ് ചാൻസിന്റെ വകയായിട്ട് ഞങ്ങൾക്ക് ഒരു അഭ്യർത്ഥനയാണ്, പറ്റുമെങ്കിൽ ഇവരെ ഒന്നുകൂടെ LKG തൊട്ടോ അല്ല, എന്നാലേ ശരിയാവും. ഒന്നും സെറ്റാക്കി എടുക്കാൻ വേണ്ടി ടീച്ചർ വലിയ ഉപകാരമാണ്. ഞങ്ങൾ അടുത്ത വട്ടം ഇവന്റെ പഠനത്തിന് എടുത്തോളാം. ഒന്ന് നയിക്കുന്നതാണ്. അപ്പൊ അന്ന് പോയത് അന്നും ബുക്കിനകത്ത് റാറായ ഒരു ബുക്ക് നിറച്ച റാറായാണ് പിന്നെ റാറാ നോക്കുന്ന കണ്ടായിരുന്നു കൊണ്ടുപോയി. അപ്പൊ ചങ്കളെ നമ്മുടെ ബോക്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം നമ്മുടെ വണ്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് നമ്മൾ ഇവിടുന്ന് പുറപ്പെടും. എവിടെ?
സ്കൂളിലോട്ട്. അപ്പോൾ 10 മണി നമ്മൾ സ്കൂളിൽ പോയി നമ്മുടെ ഈ ബുക്സ് ഒക്കെ കൊടുക്കും. നമ്മൾ ബുക്സ് ഒന്നും ബൈൻഡ് ഒന്നും പൊടിച്ചിട്ടില്ല. അതൊക്കെ നമുക്ക് സ്കൂളിൽ പോയി സെറ്റ് ചെയ്യാം. അപ്പം നാളെ ബാക്കി നമുക്ക് സ്കൂളിൽ വെച്ച് കാണാം. നമ്മുടെ ഗവൺമെൻറ് LPGS കിഴക്കേ മാനാട് സ്കൂളിൽ വില്ലേജ് ചൈൻസ് യൂട്യൂബ് ചാനലുകാർ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു 155-160 കുട്ടികൾക്ക് ബുക്കും ബോക്സിനകത്ത് പെൻസിലും റബ്ബറും കട്ടറും എല്ലാം കൂടി ഉൾപ്പെടുത്തി തന്ന നിങ്ങളുടെ ആ നല്ല മനസ്സിന് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലുള്ളതും എൻ്റെ പേരിലുള്ളതും അഗാധമായ നന്ദി രേഖപ്പെടുത്തിയാണ്. ഇതിലും കൂടുതലായിട്ടൊക്കെ തുടങ്ങുന്നത് ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. എന്നാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നില്ല ഞങ്ങൾ അത്രയധികം നന്ദി രേഖപ്പെടുത്തിയാണ്. കാരണം ഇതൊരു നമ്മുടെ പാവപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെയാണ് ഈ മേഖലയിലുള്ളത്. അവർക്ക് ഒരു 2 ബുക്കും ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം നിങ്ങളുടെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ബുക്ക് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇവിടെ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിപാടിയൊക്കെ അത്യാവശ്യം വിജയിച്ചെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.